ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഇഡലി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഇഡലി സോഫ്റ്റ് ആവുന്നില്ല, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഉള്ളവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനൊരു ബൗളിലേക്ക് 2 ഗ്ലാസ് പച്ചരി ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ 1/4 ഗ്ലാസ് ഉഴുന്നും പിന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കഴുകി അതും ഞാനൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറിന് ശേഷം നമ്മളുടെ അരിയും ഉഴുന്നൊക്കെ നന്നായിട്ട് ഇവിടെ സോക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്, അത് കളഞ്ഞേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം കുറച്ച് അധികം തന്നെ അരി ഉള്ളതുകൊണ്ട് ഞാൻ 2 റൗണ്ടായിട്ടാണ് അരച്ചെടുക്കുന്നത്. മിക്സി ജാറിൽ മുഴുവനായിട്ട് നമ്മളിട്ട് അരച്ചെടുക്കരുത്. മിക്സി ജാർ ചൂടാവാനും നമ്മളുടെ മാവ് നല്ല ഹാർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പച്ചരിയും കുറച്ച് ഉഴുന്നും അതുപോലെ തന്നെ ചോറും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്ന ട്രിക്ക് ഇതാണ് കേട്ടോ. ഒരു വാഴയിലൊന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു തിരി ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ മാവ് നല്ല ഫ്ലഫി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, തിരിയൊക്കെ കെട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അടച്ചു വെച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ മാവൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല സോപ്പ് പത പോലെ തന്നെ നമുക്ക് കിട്ടും. ഈ വാഴയില കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് നമ്മളുടെ മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വാഴയില കഴുകിയിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴും നമുക്ക് വാഴയിലൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടാത്ത സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം മാവ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ തവി വെച്ചിട്ട് വല്ലാണ്ട് അങ്ങ് ഇളക്കിയെടുക്കരുത്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് കേട്ടോ ഞാൻ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ഇനോയോ ഈസ്റ്റോ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാവ് ഈ രീതിയിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ മാവ് വെച്ചിട്ട് ഞാൻ 3 തരം ഡിഷസ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. നല്ല ക്രിസ്പി ആക്കി എടുക്കുകയാണെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മസാല റോസ്റ്റ് ഇല്ല അതുപോലെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഇതുപോലുള്ള ഉണ്ണിയപ്പം, മധുരമില്ലാത്ത ഉണ്ണിയപ്പമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് കറിയില്ലാതെ കഴിക്കാനാണെങ്കിൽ ഇതിലേക്ക് തന്നെ കുറച്ച് സവാളയും പച്ചമുളകും കരിവേപ്പിലയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ ചെയ്തു എന്ന് മാത്രം. അല്ലെങ്കിൽ നല്ല ചട്നി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി അരച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇഡലിയാണ് കേട്ടോ. ഇഡലി എന്ത് ചെയ്തിട്ടും സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് വേണ്ടിയിട്ട് ഇഡലി തട്ടിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ദോശയും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടില്ല. ഇനി വെള്ളം നന്നായി ചൂടായി വന്നതിന് ശേഷം ഇഡലി തട്ടിൽ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഡലി ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇഡലി വെന്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഡലി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഓവർ കുക്ക് ആവുകയാണെങ്കിൽ നമുക്കതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ക്രാക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇഡലി വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു 8-10 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇഡലി കിട്ടുന്നതായിരിക്കും. കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് മാവ് അരച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓരോ ദിവസം ഓരോ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുമല്ലോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലി, പെരിച്ചായി എന്നിവയെ തുരത്താനുള്ള നല്ല കിട്ടില്ല ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഗോതമ്പാണ്. പണ്ട് കാലത്തൊക്കെ കർഷകരൊക്കെ ചെയ്തിരുന്ന നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. 100% തന്നെ റിസൾട്ട് കിട്ടുന്നതുമായിരിക്കും. നമ്മൾ വറുത്തെടുക്കുന്നതിൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് നിലക്കടലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിലൂടെ വിട്ടുപോയതാണ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായി എടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഇതുപോലുള്ള മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം
ശേഷം ഞാനിത് പൊടിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങയുള്ള ചിരട്ടയിലേക്ക് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയുടെയും അതുപോലെ തന്നെ ഗോതമ്പിൻ്റെയും നിലക്കടലയുടെ ഒക്കെ സ്മെല്ല് എലികൾ ഒരുപാട് ആകർഷിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2-3 പാരസിറ്റമോൾ പൊടിച്ചതാണ് കേട്ടോ. നിങ്ങൾക്കറിയാം ഓവർഡോസ് പാരസിറ്റമോൾ നമ്മുടെ വയറിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന്. അത് തന്നെയാണ് എലികളുടെ വയറ്റിലും സംഭവിക്കുന്നത്. ഇത് കഴിക്കുകയാണെങ്കിൽ വയറ് വീർത്ത് ചത്തുപോകാൻ ഇടയാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ചിരട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വൈറ്റ് സിമെൻറ്റും നിലക്കടല വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ശർക്കരയാണ് കേട്ടോ. ഇതും കൂടെ ഒന്ന് ചീകി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് രാത്രി സമയങ്ങളിൽ സ്ഥിരമായിട്ട് എലി പെരിച്ചായി വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലികൾ ഇതിലുള്ള സ്മെല്ല് കാരണം തന്നെ ആകർഷിക്കും. ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്മെല്ല് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണകളുടെ സ്മെല്ലൊക്കെ എലികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലികൾ എടുത്ത് കഴിച്ച് വയറ് വീർത്ത് ചത്തു പോകുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന കുറച്ച് ചകിരിനാരാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ അധികം തെങ്ങൊന്നും ഉണ്ടാകുന്ന സ്ഥലമല്ല. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന തേങ്ങയുടെ മുകൾ ഭാഗത്തുള്ള ചകിരിനാര് ഞാൻ എടുത്ത് വെച്ചാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. കുറേയധികം ടിപ്സ് ഞാൻ ഈ ചകിരിനാര് വെച്ചിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ചകിരിനാര് ഇതുപോലെ ഒന്ന് ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഇരുമ്പ് ചട്ടി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചൂടാക്കി എടുക്കുന്നതിനുള്ള ഈർപ്പുണ്ടെങ്കിൽ പോകാനും ഒന്നുകൂടെ നല്ല ചകിരിനാര് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം വെച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഞാൻ ചെറിയ മിക്സി ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ ചകിരിനാര് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ മിക്സി ജാർ കേടാവും എന്നൊക്കെ. ഒന്നും തന്നെ സംഭവിക്കില്ല. നല്ല മൂർച്ചയും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, നന്നായിട്ട് നമുക്കിവിടെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചകിരിനാര് അതിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചകിരിനാരൊന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ പൊടി മാത്രമാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ അതിൻ്റെ പൊടി മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയേണ്ടത്. ഇത് വെച്ചിട്ടുള്ള വേറൊരു ടിപ്പുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും പൊടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി വലിയ വില കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൊക്കോ പീറ്റ്. ഇത് ഒരു പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ചകിരിനാര് വെച്ചിട്ടുള്ള ടിപ്പ് ഞാനിവിടെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ചകിരിനാരിൻ്റെ പൊടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. കരിഞ്ജീരകം കൊക്കോ പീറ്റൊക്കെ നമ്മളുടെ മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി നല്ല കറുപ്പോടി നല്ല കരുത്തോടു കൂടെയൊക്കെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത്. നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളർ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് പൊടിയാക്കി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും കേട്ടോ. ഇതുപോലുള്ള ഒരു ഇരുമ്പ് തവ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ കണ്ടില്ലേ, നന്നായിട്ട് നമ്മുടെ ഈ ഒരു പൗഡർ ബ്ലാക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. നല്ല കളറൊക്കെ നല്ല അടിപൊളി ഡാർക്ക് കളറായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്യാം. ചൂടാറിയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ പൊടി ഒന്ന് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് കിട്ടും കേട്ടോ. എല്ലാവരും ആ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ജസ്റ്റ് കൈ വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കേടാവുന്നതിൽ നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൗഡർ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ബദാം ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഒന്ന് തട്ടിയാലും അത് ഒലിച്ചൊന്നും പോകില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ മുടിയിൽ തന്നെ ഇരുന്നോളും. ഇത് കണ്ടില്ലേ, ഞാൻ ഇത് കയ്യിൽ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം കഴുകിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള 100% തന്നെ നമുക്ക് യാതൊരു കെമിക്കൽസും ഇല്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഹെയർ ഡൈ തന്നെയാണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്തത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റ് മുമ്പ് തന്നെ നമ്മളതൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം പോവുകയാണെങ്കിൽ ഇത് ഒലിച്ചൊന്നും പോയില്ല, തലയിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ
വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കണേ. നമ്മൾ കെമിക്കൽസ് ഡൈ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി കൂടുതൽ നര വരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും മുടി പൊട്ടലും ഒക്കെ സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുമല്ലോ. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ചകിരിനാരൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നും ഈ ഒരു നാര് മാത്രമായിട്ട് ഒരു ഷോക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യാത്തൊരു സോക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അന്നേരം നമുക്ക് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ പാത്രം കഴുകാനൊക്കെയുള്ള സ്ക്രബ്ബർ ആയിട്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മളൊരു ഷോക്സിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമായിരിക്കും. അപ്പം ഞാനിത് ഉപയോഗിച്ചിട്ട് പാത്രം കൂടെ ഒന്ന് കഴുകി കാണിക്കുന്നു. നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പാത്രത്തിൻ്റെ ഇടയിലൊക്കെ അത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടൊക്കെ കുടുങ്ങി കിടക്കുന്നത് നിങ്ങൾ കാണാറുണ്ട്. അതൊക്കെ നമ്മളുടെ വയറ്റിലേക്ക് പോവുകയാണെങ്കിൽ മാരകമായ അസുഖങ്ങളൊക്കെ വരുന്നതായിരിക്കും. എന്നാൽ ഈ രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ക്രബ്ബർ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല. മാത്രമല്ല യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. കഴുകി നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. മാത്രമല്ല 5 പൈസ ചിലവുമില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ക്രബ്ബർ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ എല്ലാ പാത്രവും ഈ രീതിയിലൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പാത്രമൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനായി വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചകിരിനാര് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം തിളപ്പിച്ചിട്ടും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്യാസ് ഒന്നും ചിലവാക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഞാനൊരു 2-3 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അതിൻ്റെ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. ധാരാളമായിട്ട് നാരുകളും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വയറിനും അതുപോലെ തന്നെ കൊഴുപ്പിനും ഷുഗർ, കൊളസ്ട്രോൾ, അമിതവണ്ണം ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. മാത്രമല്ല നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളെ തലയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി നല്ല കരുത്തോടെയും നല്ല കറുപ്പോട് വളരാനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചകിരിനാര് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ബ്രഷ് അതുപോലെ തന്നെ കണ്ണാടി ഒക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുറേയധികം റീയൂസ് ഐഡിയാസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണം എന്നവർ കമൻറ്റ് ചെയ്താൽ മതി, ഇടുന്നതായിരിക്കും. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.